എന്നാടാ ഒരു കോളുണ്ട്. കോളോ? കർത്താവ് വലിയവരാണ് പറഞ്ഞു തീരും മുമ്പ് കോള് കൊണ്ട് വന്നേക്കും. എന്നാ ഇപ്പൊ ശരണ്യാനന്ദ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ഒരു വിവരം ബോധമില്ലാത്ത ഒരു മലയോള അവൻ പോയിട്ട് ചോദിക്കുകയാണ്, അഖിൽമാരെ പറഞ്ഞല്ലോ ബിഗ് ബോസിലെ മത്സരാർത്ഥികളൊക്കെ കിടന്നു കൊടുത്തിട്ടാ പോണെന്ന്. ശരണ്യ, അഖിൽമാരാര് ഉന്നയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ വഴങ്ങിക്കൊടുത്തിട്ടാണ്. അനാവശ്യം പറഞ്ഞ നിന്റെ പറങ്ങാണ്ടി മോന്തെ അടിച്ച് പൊളിച്ചളെ. ഇത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ശരണ്യ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കാളികളാണ്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എന്റെ പേര് അയാൾ എടുത്തോ, എന്റെ പേരെടുത്തോ, ശരണ്യ എന്ന് പറഞ്ഞെടുത്തോ. കുറച്ച് സംസ്കാരത്തോടുകൂടി സംസാരിക്കടാ പന്ന നാറിച്ചേ. സമൂഹത്തിൽ നല്ല പേരും നല്ല റെപ്യൂട്ടേഷനിലും ജീവിച്ചു വളർന്ന ഒരാളാണ്. ഇങ്ങനെ ചുമ്മാ വേഷം കെട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ പേരെടുത്തോ. എല്ലാം വലിച്ചെടുത്ത് ദൂരെ കളി. ഞാൻ പറഞ്ഞു അത് ചോറായി, എനിക്കിഷ്ടായി. ശരണ്യനെ പറ്റി ചോദിക്കാൻ ചോദിച്ചാൽ മതി. അഖിൽമാരെങ്കിൽ അങ്ങോട്ട് വീട്ടിൽ പോയി ചോദിച്ചു, എന്നോട് ചോദിക്കണം. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കാര്യം. ഇവനെയൊക്കെ മോന്താണ്ട് അവനെ ചെബുക്കലടിച്ച് പറിക്കല്ലേ വേണ്ട. എന്റെ നേരെ നാ ഉയർത്തിയാൽ പൊലയാടി മാളെ അടിച്ച് നിന്റെ കാരണം ഞാൻ പൊട്ടി. എന്റെ കൺമുന്നിൽ കണ്ട അവനെ ചെബുക്കലടിച്ച് പറിക്കണം എനിക്ക് തോന്നുന്നു. നീ എവിടെ നടാ കഴിവ് പറഞ്ഞ മോനെ ഇത് കേട്ടത്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിന്റെ തൊള്ളോർന്ന് ഒച്ചെങ്ങാനും പുറത്ത് പൊങ്ങിയ നിന്റെ വായിൽ ഞാൻ ടാറൂരിക്ക് ഒഴിക്കും. മനസ്സിലായോ? എന്നെ ആയിക്കോട്ടെ, മറ്റൊരു സ്ത്രീ ആയിക്കോട്ടെ, ഇവരടുത്ത് പോയി ചോദിക്കുന്ന ഇതാണ്. പച്ച തെമ്മാടിത്തരങ്ങള് ഓൺലൈൻ മാധ്യമ പ്രവർത്തന കോപ്പ എന്നും പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ നടന്ന ഒരാളത്ത് പോയി ചോദിക്കുകയാണ്. ഇവൻ എന്റെ കൈ കൊണ്ട് തന്നെ ചാകുന്ന ലക്ഷണമാണ്. നിനക്ക് പൊലകുളിയും തമാശയില്ലടാ. അപ്പൊ ഇവരിങ്ങനെ റിയാക്ട് ചെയ്ത് ഇവര് സംസാരിക്കുന്നു. ഉടനെ ഇവരുടെ മറുപടി എടുത്ത് വെച്ച് അഖിൽമാരാർക്കെതിരെ ഇന്നാൾ, അഖിൽമാരാർക്കെതിരെ മറ്റേയാൾ. അക്രമം ഞാൻ പോർക്കില്ല മാത്തൂട്ടി. ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ കോപ്പ അതിന്റെയൊക്കെ മാധ്യമ പ്രവർത്തകർ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. സത്യത്തിൽ ഈ തെമ്മാടികൾക്കെതിരെ ഞാനാണ് മാനാഷ്ടത്തിന് കൊടുക്കേണ്ടത്. കളിക്കല്ലേ. സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമുണ്ട്. പറയാത്ത ഒരു കാര്യം അനാവശ്യമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പ്രചരിപ്പിച്ചിട്ട് നടക്കുകയാണ്. വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. കിട്ടി, പലിശ സഹിതം കിട്ടി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.